നമസ്കാരം, ഞാൻ അരുൺ. നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടാബായിട്ടുള്ള സാംസങ് A7 ലൈറ്റ് എന്ന് പറഞ്ഞ ടാബിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് അതിൻ്റെ റിവ്യൂ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ വെച്ചിട്ടാണ്, ഒരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം അറിയാൻ പറ്റുള്ളൂ. സാധാരണ ഒരു നോർമൽ ക്യാമറയിൽ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്, ഈ ഒരു ടാബിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ഫുൾ കംപ്ലീറ്റ് റിവ്യൂവും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ കുറച്ച് ഡീറ്റെയിൽസ്, ഈ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങൾ, പിന്നെ അത്തരത്തിലുള്ള മോഡൽ നെയിം, സീരിയൽ നമ്പർ, പിന്നെ അതിൻ്റെ MRP ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടാബിൻ്റെ ബോക്സുമ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതൊരു വൈറ്റ് കളർ ബോക്സാണ് വരുന്നത്, ഒരു പേപ്പർ ബോക്സാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഈ ടാബ് എന്ന് പറയുന്നത്. ഞാനിത് ഓൾറെഡി ഒന്ന് ഓപ്പൺ ആക്കി കുറച്ച് നേരം ഉപയോഗിച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് റിവ്യൂ ചെയ്യാനായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇതെൻ്റെ ഒരു മെയിൻ ഒരു ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെറിയ 2 ബോക്സുകൾ ഇതിനകത്തുണ്ടായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഒരു ചാർജിങ് അഡാപ്റ്ററും അതുപോലെ തന്നെ ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. ഇതൊരു ഫാസ്റ്റ് ചാർജർ ആണെന്നൊന്നും പറയുന്നില്ല, നോർമൽ ചാർജറാണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കേസുകളോ അല്ലെങ്കിൽ മറ്റ് ആക്സറീസോ ഹെഡ്സെറ്റോ ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നില്ല. അതിപ്പോൾ സാധാരണ വരുന്ന സാംസങ്ങിൻ്റെ ഫോണിലൂടെ ഒന്നും വരുന്നില്ല. ഇത്തരത്തിലൊരു യൂസർ മാനുവൽ, വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടാബ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഒരു ടാബ് ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൈമെൻഷനിൽ നോക്കുമ്പോൾ ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട്. തൊട്ട് മുൻപത്തെ A7ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു സാദൃശ്യമുണ്ട്, നല്ല ഭംഗിയുണ്ട്. എല്ലാം കൊണ്ട് ഒറ്റ നോട്ടത്തിൽ വളരെ ഒരു പ്രീമിയം ലുക്കൊക്കെ ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് മെറ്റൽ ബോഡിയാണ് വരുന്നത്, നല്ല ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അതിനകത്ത് കൈയിനകത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു ബ്രാൻഡ് ഐറ്റം കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ക്യാമറയുടെ ഭാഗത്തേക്കും ഒരു ചെറിയൊരു പൊട്ട് പോലെ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ നല്ല സുഖം, നല്ലൊരു സ്മൂത്തായിട്ടെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കൈയിനകത്ത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് അറിയുള്ളൂ കേട്ടോ. എന്തായാലും ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ വളരെ നൈസാണ് കേട്ടോ. എൻ്റെ കൈയിനകത്ത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത്രയും നൈസായിട്ട് വളരെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു ബോഡിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല സ്ലിമ്മാണ് ഇത് ടാബ് എന്ന് പറയുന്നത്. അത്ര വലിയ ബൾക്കൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഓൺ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. താഴെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ വരുന്നുണ്ട്. അതുപോലെ മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. മുകളിലും സ്പീക്കർ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് സിം എജക്റ്റിംഗ് പോർട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു സിം ഇടാൻ പറ്റും. ഇതൊരു കോളിംഗ് ടാബ് കൂടിയാണ് കേട്ടോ. നമുക്ക് ഇത് സിം ഉപയോഗിച്ചിട്ട് നമുക്ക് നെറ്റ് ഉപയോഗിക്കാം, കോൾ ചെയ്യാം. ഒരു മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടാബിനകത്തും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓണാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കണ്ടോ, കൈനകത്ത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു വലിയ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഇൻ ഹാൻഡ് ഫീലൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് കൈനകത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഐറ്റം നമുക്ക് അതിനകത്ത് കൊണ്ടു നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടാബ് ഓണാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ കുറേ നേരം പണിയെടുത്തിട്ടാണ് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാബ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ടാബ് ഓൺ ആകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഡിസ്പ്ലേ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. HD ഒന്നുമല്ല, ഫുൾ HD ആണ് വരുന്നത്. സാധാരണ ടാബ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ ക്ലാരിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇത് സാംസങ്ങിൻ്റെ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഒരു ഫുൾ HD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഡിസ്പ്ലേക്കകത്തും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 8.7 ഇഞ്ചാണ് വരുന്നത്. വലിയ സ്ക്രീൻ തന്നെയാണ് വരുന്നത്. താഴെ കുറച്ച് ചിഹ്നുണ്ട്. സൈഡിലൊക്കെ വളരെ നൈസായിട്ടുള്ള ചിഹ്നം തന്നെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ തെറ്റൊരു സെൻസറും ഫ്രണ്ട് ക്യാമറ ഒക്കെ നല്ല ഭംഗിയിൽ 2 ഡോട്ടായിട്ട് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്, ഒരു ഫുൾ സ്ക്രീൻ അല്ലെങ്കിലും ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ, നല്ലൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ ടച്ചും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഒരു ക്വാളിറ്റിയും ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കാണാം, നല്ല ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ആയി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ടാബ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഡിസ്പ്ലേ വൈസ് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. കളർഫുള്ളായിട്ടുള്ള നമുക്ക് അത്യാവശ്യം എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമലായിട്ട് പ്രസൻറ്റേഷൻ കാണിച്ചു കൊടുക്കാനോ ഓൺലൈൻ ക്ലാസ്സിനോ ഒക്കെ ആയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റും. അനാവശ്യമായ അധികം ആപ്പുകളൊന്നുമില്ല, കുറച്ച് നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ അങ്ങനെ കുറച്ച് ആപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ആയിരിക്കും. അതിലും കുറേ ആപ്പുകളൊന്നും ടാബാണെന്ന നിലയ്ക്ക് നമുക്ക് ഗെയിമുകളോ ആപ്പുകളൊന്നും പ്രീ ഇൻസ്റ്റാളായിട്ട് കുത്തി നിറച്ച് വെച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് അത്യാവശ്യം ഇമ്പ്രസ്ഡായിട്ട് തോന്നി. ഇനി നമുക്ക് സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് അബൌട്ട് ഫോണകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഗാലക്സി ടാബ് A7 ലൈറ്റ് എന്ന അതിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെ 3GB RAM ആണ്, 32GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ IMEI നമ്പർ കാര്യങ്ങൾ, സെക്യൂരിറ്റി ലെവൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മോഡൽ നെയിം T25S എന്നാണ്. അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാറ്റസ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നോക്കുമ്പോൾ ഇത് ഒരു ഇവിടെ ബാറ്ററി നോക്കുമ്പോൾ ഇവിടെ 5100 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. പിന്നെ അതിൻ്റെ ചാർജിങ് ലെവലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബാറ്ററി ഇൻഫർമേഷൻ അവിടെയും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും സോഫ്റ്റ്വെയർ പരമായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അബൌട്ട് ഫോണകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടാബ് പ്രവർത്തിക്കുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 11 അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ 1 UI 3.1 ആണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് തൊട്ടടുത്ത് തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 11. നമുക്കൊരു 12 അപ്ഡേഷൻ കൂടി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ടാബ് എന്ന നിലയ്ക്ക് നമുക്ക് ഇത്തരത്തിൽ ഒരു സ്പെസിഫിക്കേഷനൊക്കെ കിട്ടുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാംസങ് പോലുള്ള ബ്രാൻഡ് ടാബും കൂടി. അപ്പോൾ 5000 mAh ബാറ്ററി ഉണ്ട്. നോർമലി നമുക്കൊരു 1 ഡേ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും, ചാർജ് നിൽക്കും. അപ്പോൾ കുഴപ്പമില്ല, നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 8 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ ഈ ഒരു ടാബിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ടാബ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ഒന്നുമല്ല, നമ്മൾ പ്രസൻറ്റേഷൻ കാണിച്ചു കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഞാനൊരു iPhone 12 ഒരു ബോക്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ ഡിസ്പ്ലേ HD ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടും. കണ്ടോ, നല്ല രീതിയിൽ സൂമിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു എബോ ആവറേജ് ക്യാമറ ഒരു 8 മെഗാപിക്സലാണ് എന്നുണ്ടെങ്കിൽ കൂടി അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കളർഫുള്ളാണ്, നല്ല ഷാർപ്പായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടുന്ന ഒരു ക്യാമറ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ ക്യാമറയ്ക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, അതുപോലെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഇത്തരത്തിൽ 30 ഫ്രെയിം/സെക്കൻഡിനകത്ത് ഫുൾ HDക്കകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു ക്യാമറ റിവ്യൂ ആയിട്ടൊന്നും കാണരുത്. നോർമലായിട്ട് നമ്മളൊരു ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് കാണിച്ചു തരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഇവിടെ പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ടൈം ലാപ്സ് മോഡ്, ഫുഡ് മോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും പിന്നെ കുറച്ച് ഫിൽറ്ററുകളുടെ ഒരു മോഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോർ സെറ്റിങ്സിനകത്തും കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. സെൽഫി ക്യാമറ 2 മെഗാപിക്സലാണ്. ഒരു വളരെ നോർമലായിട്ടുള്ള സെൽഫി ക്യാമറയാണ്. ഞാൻ അതുകൊണ്ട് സെൽഫി ഫോട്ടോ ഒന്നും എടുത്ത് കാണിച്ചു തരുന്നില്ല. നോർമലായിട്ടുള്ള 2 മെഗാപിക്സലിനുള്ളിൽ നിൽക്കുന്ന ഒരു സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സിനുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സെൽഫി ക്യാമറയുടെ കൂടി ആവശ്യം വരാറുണ്ട് ടാബ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ. നമുക്ക് ഒറ്റ വാക്കിൽ പറയുമ്പോൾ വളരെ പ്രൈസ് കുറവിനകത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് 15000 താഴെ അല്ലെങ്കിൽ 14000 താഴെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു ടാബിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.